ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭാ മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സന്ദർശന തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്കിന്ന് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. പരിശുദ്ധ അമ്മയെ സഭ അഭിസംബോധന ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ആദ്യത്തെ ശിഷ്യ എന്നാണ്, ദ ഫസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. കാരണം ക്രിസ്തു പഠിപ്പിക്കുവാനിരിക്കുന്ന മൂല്യങ്ങൾ അവന് ജന്മം നൽകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയവളാണ് പരിശുദ്ധ അമ്മ. അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇന്നത്തെ സുവിശേഷം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലായ്മ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി എളിമപ്പെടുക എന്ന വലിയ മൂല്യം കുരിശുമരണത്തിലൂടെ നമ്മെ പഠിപ്പിച്ചവനാണ് ക്രിസ്തു. ഈ എളിമയുടെ വലിയ പാഠം തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയവളാണ് പരിശുദ്ധ അമ്മ. നമുക്കറിയാം, ചെറിയ ചെറിയ സമ്പാദ്യങ്ങളിലും കഴിവുകളിലുമൊക്കെ ഒരുപാട് അഹങ്കരിക്കുന്നവരാണ് നമ്മളിൽ പലരും. നമ്മുടെ കഴിവുകളും സമ്പാദ്യവുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ പരിശുദ്ധ മറിയം തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ തയ്യാറായവളാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുവാൻ കഴിയാവുന്നവളായിരുന്നു പരിശുദ്ധ മറിയം. കാരണം ദൈവപുത്രന് ജന്മം നൽകിയവളാണവൾ. ദൈവത്തിൻ്റെ പുത്രനെ തൻ്റെ ഉദരത്തിൽ വഹിച്ചവളാണവൾ. ഈ ലോകത്ത് ആരേക്കാളും കൂടുതൽ അഹങ്കരിക്കുവാനും ആഘോഷിക്കുവാനും കഴിവുള്ളവളായിരുന്നു പരിശുദ്ധ മറിയം. പക്ഷേ അതൊന്നും അവൾ വകവയ്ക്കാതെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ താല്പര്യം കാണിച്ചു. അവിടെയാണ് പരിശുദ്ധ അമ്മയുടെ എളിമയുടെ മഹത്വം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സന്ദർശന തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മെ പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുന്നതും ഇതാണ്. എത്രമാത്രം എളിമ നാം നമ്മുടെ ജീവിതത്തിൽ ആഘോഷിക്കുന്നുണ്ട്. നാം എളിമയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാറുണ്ട്. ഇല്ലാത്തതുപോലും ഉണ്ടെന്ന് പറഞ്ഞ് ഉദ്ഘോഷിക്കുവാനാണ് പലപ്പോഴും നാം താല്പര്യം കാണിക്കുന്നത്. പക്ഷേ ദൈവത്തെ പോലും ഉള്ളിൽ വഹിച്ചിട്ട് അത് ഒരു അഹങ്കാരമായിട്ട് കണക്കാക്കാതെ അവിടെ പോലും പൂർണ്ണമായും എളിമപ്പെടുത്തി ദാസിയാണെന്ന് ഏറ്റുപറഞ്ഞവളാണ് പരിശുദ്ധ മറിയം. എളിമ എന്ന വലിയ പുണ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ എളിമ. നമ്മൾ എത്രമാത്രം എളിമ എന്ന പുണ്യമുണ്ട്, അത്രമാത്രമാണ് നമ്മളിലുള്ള വിശുദ്ധിയും. നമുക്ക് സ്വയം ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കാം. എത്രമാത്രം എളിമ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കാറുണ്ട്. പരിശുദ്ധ അമ്മയെപ്പോലെ സ്വയം മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും അവരുടെ വളർച്ചയിൽ അഹങ്കരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ മറ്റുള്ളവരെ നാം കുറവുള്ളവരായി കണ്ടുകൊണ്ട് അവരെ താഴ്ത്തുകയാണോ നാം ചെയ്യുന്നത്? നല്ലവനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.